നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അപ്രതീക്ഷിതമാണ്. ഇന്ന് സൺഡേ ആണ്. സൺഡേ യൂഷ്വലി ചെറിയൊരു കഥ കേട്ടോ. സൺഡേ യൂഷ്വലി ഞാനും വൈഫും കൂടിയാണ് കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യാറുള്ളത്. എല്ലാ ദിവസവും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബട്ട് സൺഡേ എന്തെങ്കിലും സ്പെഷ്യൽ, അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. വീഡിയോയും ചെയ്യാറുണ്ട് ചിലപ്പോഴേക്കും. അപ്പോൾ ഇന്ന് രാവിലെ വൈഫ് ചോദിച്ചു, ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിന്ന് ഒന്നിനുമില്ല, എനിക്ക് കുറച്ച് ഗാർഡൻ പരിപാടീസ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനത് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈഫ് വന്ന് എന്നെ വിളിച്ചു. ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് പൊതിയാക്കി തരാമോ എന്ന് ചോദിച്ചു, കെട്ടിത്തരാമോ എന്ന്. അപ്പം ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഒരു സാധനം കണ്ടോ. ഇത് ഞാൻ തന്നെ കെട്ടി വെച്ചതാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പൊതിച്ചോറാണ് പുള്ളിക്കാരി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൊന്നിലും എൻ്റെ കയ്യില്ല കേട്ടോ. ഈ പൊതിഞ്ഞ് കെട്ടിയതൊഴിച്ച് വേറൊന്നും എൻ്റെ കയ്യില്ല, എല്ലാം പുള്ളിക്കാരുടെ തന്നെ വഴിയാണ്. അതിന് മുമ്പ് ഞാനൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതെൻ്റെ ചേച്ചി ഉണ്ടാക്കി എനിക്ക് കൊടുത്തയച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും കൂടെ കാണുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അൺബോക്സ് അല്ല, ഈ പൊതിച്ചോറൊന്ന് അഴിച്ചിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുക. അത്രയ്ക്കും രസകരമായിട്ട് എനിക്ക് തോന്നി പുള്ളിക്കാരുടെ പ്രിപ്പറേഷൻ കണ്ടപ്പോഴത്തേക്ക്. സോ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ പൊതിച്ചോറിലേക്ക് നമുക്ക് കിടക്കാം, നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ 4 പൊതി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 4 പേർക്കായിട്ട്. ഏറ്റവും വലുത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എനിക്കായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ തന്നെ പൊളിച്ച് നോക്കാം. അപ്പോൾ ഇത് പച്ചമോരാട്ടോ. ഇന്ന് ഇത് ഒഴിക്കാൻ വേണ്ടി പച്ചമോര് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്താ പറയുക, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് മിക്സിക്ക് അടിച്ചുണ്ടാക്കിയതാണ്. അത് മാത്രമേ ഒഴിക്കാനുള്ളൂ, ബാക്കിയെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിലൊരെണ്ണം ഞാനൊന്ന് പൊളിച്ച് കാണിക്കാം. എൻ്റെ വക ഇത് തന്നെ ചെയ്യാം. യെസ്, വാഴനാരൊക്കെ കൊണ്ട് കെട്ടി വെച്ചാൽ ഞാൻ കേട്ടോ. യെസ്, അടിപൊളിയല്ലേ. എന്തൊക്കെ പറഞ്ഞാലും പൊതിച്ചോറിൻ്റെ ഒരു ലുക്കും ആ ഒരു ടേസ്റ്റും വളരെ ഡിഫറെൻ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഐറ്റംസ്. ഞാൻ കണ്ടു, നിങ്ങളെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടത്. ഇതിൽ ആദ്യം ഞാനിതൊന്ന് അഴിക്കുകയാണെങ്കിൽ, ഇതിനകത്തുള്ളത് അവിയലാണ്. ഇത് എന്തറിയോ, പോത്തിറച്ചിയില്ലേ, ഇടിയിറച്ചി എന്ന് പറയില്ലേ, പോത്തിൻ്റെ, അതാട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. വെജും നോൺ വെജും ഒക്കെ കൂടെ മിക്സ് ആട്ടോ. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയതുകൊണ്ടോ. ഇതെന്താ വെച്ചാൽ നമ്മുടെ വഴുതനങ്ങയല്ലേ, ബ്രിഞ്ചോൾ ഫ്രൈ ആക്കിയതാണ്. ഇത് മക്കളുടെ ഫേവറേറ്റ് ഐറ്റമാണ് സാധനം. ഇനി നോക്കുകയാണെങ്കിൽ അച്ചാർ, നാരങ്ങ അച്ചാർ കേട്ടോ, കുറേ ഉണ്ട്. യെസ്, മീൻ വറുത്തതുണ്ട്. ഇതോ യെസ്, ഓംലെറ്റ്. ശരിക്കും പൊതിച്ചോറിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഓംലെറ്റും ഈ ചമ്മന്തി കേട്ടോ. ചമ്മന്തി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി പപ്പടവും വെച്ചിട്ടുണ്ട്. ഒഴിക്കാൻ ഞാൻ പറഞ്ഞു പച്ചമോര് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വൈഫിൻ്റെ വക പൊതിച്ചോറ്? ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൊന്നിലും എൻ്റെ കയ്യില്ല, എല്ലാം പുള്ളിക്കാരി വളരെ 2 മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടിയതാട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവം. എന്തായാലും ഞാനത് ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ ആണ്, ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ആക്കി തന്നെ, കുറച്ച് വലിയ വീഡിയോ ആക്കി തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. എനിക്കൊരു പണി തന്നുള്ളൂ, കുഴപ്പമില്ല, ഇത്തരം പണി നിർത്തിക്കൊള്ളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇനിയും വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇതുപോലെയല്ല രസകരമായ മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. നിങ്ങൾ കഴിക്കാൻ തുടങ്ങട്ടെ കേട്ടോ.